ഇപ്പോൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട് സിനിമകളിൽ താങ്കൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ സിനിമ ഏതാണ്? അത് ഞാൻ തന്നെ നിർമ്മിച്ച ഒരു സിനിമയുണ്ട്. ഞാനും പ്രിയാമണി അഭിനയിച്ച ആഷിക്ക് വന്ന ദിവസം എന്ന് പറഞ്ഞ പടം. അതുള്ളത് എനിക്ക് 4 ഇൻ്റർനാഷണൽ അവാർഡ് പ്ലസ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്, സ്റ്റേറ്റ് നോമിനേഷൻ എല്ലാം കിട്ടിയ ഒരു പടമാണ്. ഇനി ത്രൂ ഔട്ടുള്ള നല്ലൊരു കഥാപാത്രം, ഒരു ഒറ്റമുണ്ടും കെട്ടി ഒരു സൈക്കിളും ചവിട്ടി നടക്കുന്ന ഒരു പാവപ്പെട്ട ഒരു മാഷിൻ്റെ കഥാപാത്രം. അതെനിക്ക് കുറേ ഇന്നർ സാറ്റിസ്ഫാക്ഷൻ തന്നു. പിന്നെ ചെയ്ത പടങ്ങളെല്ലാം ചെറുതോ വലുതോ എന്നല്ല, ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് എടുത്ത് പറയാമെങ്കിൽ ഈ ഒരു പടം അതിനു മുമ്പ് ജസ്റ്റ് ഇപ്പം കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പടമാണ് നമ്മുടെ ജോസ് തോമസിൻ്റെ പടം സൂചന. അതിനകത്ത് നല്ലൊരു ക്യാരക്ടറാണ് നമ്മുടെ വേണുചേട്ടൻ, നെടുമുടി വേണുചേട്ടൻ ചെയ്യേണ്ടിരുന്ന, അദ്ദേഹം ഇല്ല നമ്മളോടൊപ്പം, അതുപോലത്തെ ഒരു മഹാനടൻ ചെയ്യേണ്ടിരുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഒരു 75 വയസ്സായ ഒരു റിട്ടയർഡ് ഒരു മനുഷ്യൻ, ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു പടമാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ, ത്രൂ ഔട്ടുള്ള ക്യാരക്ടറാണ്. വളരെയധികം പ്രതീക്ഷകളുണ്ട്. അത് എന്തൊക്കെ അവാർഡിനൊക്കെ വിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അതിപ്പോൾ ഇനി വന്ന് എങ്ങനെയാണ് റിലീസെന്നൊന്നും എനിക്കറിയില്ല. എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ. അതിപ്പോൾ എല്ലാവരും അല്ലേ മോനെ, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടല്ലോ. സ്വപ്നം കൊണ്ടല്ലേ നമ്മളൊക്കെ മുന്നോട്ട് ജീവിച്ചു പോകുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടും ഉള്ള പ്രതീക്ഷ. കിട്ടുമ്പോൾ കിട്ടട്ടെ, അത്രയല്ലേ പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ എല്ലാം കൊണ്ടും സന്തുഷ്ടനാണ്. എനിക്ക് ദൈവം തമ്പുരാൻ തന്ന ജീവിതത്തിനോട് ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്, നന്ദിയുള്ളവനാണ്. അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റ്സും ഇല്ല. പിന്നെ ത്രൂ ദ ജേർണി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ യാത്രയിലൂടെ കടന്നു പോകുന്ന ദുഃഖവും സന്തോഷങ്ങളും എല്ലാം ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. അത് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങ് പോകാൻ മുന്നോട്ട്. അത് വലിയ രീതിയിൽ എടുത്താൽ നമുക്കൊന്നിനും പോകാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ ജേർണി. ഹിന്ദി പറയും അക്കേല ഹി താ ജാനബേ മൻസിൽ കി തറഫ് ലോക് സാത്ത് ആത്തെ ഗയേ ഓർ കാർവാ ബൻതാ ഗയാ. ഈ സിനിമയുടെ കഥ ഞാൻ കഥയിൽ ഉപരി എൻ്റെ കഥാപാത്രത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ സിനിമ ചെയ്തത്. കഥയും നല്ലൊരു കഥ തന്നെയാണ്. കഥാപാത്രം എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഞാനിങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് തേടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം നമ്മൾ ഉടനെ ഒരു ഹിന്ദി സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ കുറച്ചൊരു കൂട്ടായ്മയോടെ ഒരു ഹിന്ദി സിനിമ ചെയ്യുന്നു. അതിൻ്റെ പേര് കച്ച്വ എന്നാണ്. സരീന വഹാബും ഗരിമ അഗർവാൾ അങ്ങനെയുള്ള കുറേ ഹിന്ദി ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. അത് നമ്മളെ ഉപ്ല കാസർഗോഡ് വെച്ചാണ് അതിൻ്റെ ഷൂട്ടിംഗ്. ഈ ഓഗസ്റ്റ് 30 തുടങ്ങിയാണ്. ഈ ടൈറ്റിൽ ക്യാരക്ടർ, അതായത് കച്ച്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേർട്ടിൽ, ആ ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നത്. ഇയാൾക്ക് ഒരു ഹഞ്ച് ബാക്ക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കഥാപാത്രമാണ്. അതുപോലെ അത്രയും കൂനില്ല, കുറച്ച് കൂന് കുറച്ചിട്ട്. എനിവേ, അപ്പോൾ അങ്ങനെയൊക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ദൈവം അനുഗ്രഹിച്ച് ഇത്തിരി താമസിച്ചെങ്കിലും വരുന്നുണ്ട്. ഇങ്ങനെ സ്വപ്നം കണ്ട് ജീവിക്കുന്നു. ഈ സിനിമയുടെ കഥാപാത്രം എന്ന് പറയുമ്പോൾ ഹീറോയുടെ അച്ഛനാണ്. ഇയാൾ നല്ലൊരു മനുഷ്യനാണ്. അതായത് മറ്റ് കൂട്ടർക്ക് വേണ്ടി, അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. പല ധരണയ്ക്കും പോയി ധരണയ്ക്ക് ഇരുന്ന് ഈ വലിയ വലിയ മുതലാളികളുടെ എഗെയിൻസ്റ്റ് സംസാരിച്ച് ന്യായത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ ആക്ച്വലി പറഞ്ഞ പടത്തിൻ്റെ ഏകദേശം ഒരു ടൈം ആകുമ്പോൾ അയാൾ കൊല്ലപ്പെടുന്നു. അയാളൊരു നമ്പൂതിരിയാണ്, ബ്രാഹ്മണനാണ്, അമ്പലത്തിലെ ഒരു പൂജാരിയാണ്. അങ്ങനെ ഉള്ള ഒരു നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടറാണ്. നെഗറ്റിവിറ്റി ഇല്ല, ടോട്ടൽ പോസിറ്റീവ് ക്യാരക്ടറാണ്. പൊളിറ്റിക്കൽ സെറ്റർ ആണ്. അതിൻ്റെ കൂടെ ഒരു ലവ് ട്രയാങ്കിളും വരുന്നുണ്ട്, ഒരു ഫാമിലി ഡ്രാമയുണ്ട്, ഒരു ചേരുവ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു നല്ല ഒരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇത് ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് എന്തെന്നുള്ള. സിനിമ ഈസ് എ ഗാമ്പിൾ. നമുക്ക് ഒരു സിനിമയും ഇത് വിജയിക്കും, ഇത് ഫെയിലിയർ ആവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓഡിയൻസ്. സിനിമ റിലീസ് ആയി കഴിയുമ്പോൾ ഒരു ചർച്ച വിഷയമാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകുമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാനത് പറയാനാളല്ല. ആകട്ടെ. കഥ കേട്ടപ്പോൾ ഇപ്പം നമ്മൾ ഏതൊരു നല്ല കഥ കേട്ടാലും നമുക്കത് നന്നായി വരും എന്നുള്ള ഒരു പ്രതീക്ഷയും ആഗ്രഹങ്ങളും നമുക്കുണ്ട് അതിലൊരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓഡിയൻസ്. അവരാണ് ദേ ആർ ദ കിങ്. അവരാണ് തീരുമാനിക്കുന്നത് എന്ത് വിജയിക്കണം എന്ത് വിജയിക്കേണ്ട എന്നുള്ളത്. ഇപ്പോഴത്തെ മലയാള സിനിമ ട്രെൻഡുകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പോഴും നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഗോൾഡൻ എറ എന്ന് പറയുന്നത്. ഇപ്പം മലയാളം സിനിമയിൽ നല്ല നല്ല സബ്ജക്ട്സ് മാത്രമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് വരുന്നതെന്ന് തോന്നുന്നുണ്ടോ?
അതായത് കലാമൂല്യം കുറഞ്ഞ് കലാമൂല്യങ്ങളുള്ളത് എത്ര സിനിമകൾ ഇപ്പോൾ വന്നു. ബ്രഹ്മയുഗം, ആ. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്, സൂപ്പർ ഹിറ്റ് മൂവീസ് അല്ലേ. അതൊക്കെ കലാമൂല്യം ഉള്ള നല്ല കഥകളുള്ള സബ്ജക്ട്സ് അല്ലേ. അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മുടെ മലയാളത്തിൽ. അങ്ങനെ ചവറ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഹിന്ദിയും ആ സമയത്ത് തെലുങ്കും കന്നഡയും തമിഴും ഒക്കെ നോക്കുമ്പോൾ കോടികൾ മുടക്കി എടുക്കുന്നത് എന്താണ് എടുക്കുന്നത്. ഇപ്പോൾ കൽക്കി എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. അത് ഞാൻ കണ്ടിട്ടില്ല, കണ്ടവരൊക്കെ അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ കോടികൾ മുടക്കുന്നതിലല്ല കാര്യമുള്ളത്. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ച് കാശ് കൊണ്ട് നല്ല സിനിമകൾ ചെയ്യാൻ കഴിവുള്ള എത്രയോ ചെറുപ്പക്കാരുണ്ട്. അവർക്ക് സന്ദർഭം കൊടുത്താൽ അവർ ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.